കോട്ടയം സിവിൽ സർവീസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾക്ക് ഇന്ന് കുറച്ചധികം ന്യൂസുകൾ അനാലിസിസ് ചെയ്യാനുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിളാണ് നമ്മളുടെ ഹിന്ദു ന്യൂസ് പേപ്പറിലെ പേജ് നമ്പർ 6 എഡിറ്റോറിയൽ പേജിലെ എ വൺ ഹെൽത്ത് അപ്രോച്ച് ദാറ്റ് ടാർഗറ്റ്സ് പീപ്പിൾ ആനിമൽ എന്ന ഒരു ടൈറ്റിലുള്ള ഒരു ആർട്ടിക്കിൾ. ഇറ്റ്സ് എ വണ്ടർഫുൾ ടോപ്പിക് റിട്ടൺ ബൈ അതുൽ ചതുർവേദി. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പബ്ലിക് ഹെൽത്ത് ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. ഈ പേജ് നമ്പർ 6 എഡിറ്റോറിയൽ പേജിൽ തന്നിരിക്കുന്ന ഒരു ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ആർട്ടിക്കിൾ റിട്ടൺ ബൈ അതുൽ ചതുർവേദി. ഇതൊരു ജനങ്ങളുടെ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ ഒരു പബ്ലിക് ഹെൽത്ത് അല്ലെങ്കിൽ ഒരു പബ്ലിക് ഹെൽത്ത് ഡൊമൈനിൽ എങ്ങനെയാണ് പുതിയ കാഴ്ചപ്പാടുകൾ, എന്തൊക്കെയാണ് ഗവൺമെൻറ്റുകൾ കൊണ്ടുവന്നിരിക്കുന്നത്, എന്തൊക്കെയാണ് ഇനി ചെയ്യേണ്ടിയിരിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നൽകുന്ന ഒരു ഇൻസൈറ്റ് നൽകുന്ന ഒരു ആർട്ടിക്കിളാണ് ഈ ഒരു ആർട്ടിക്കിൾ. അതിന് വൺ ഹെൽത്ത് അപ്രോച്ച്, എന്താണ് വൺ ഹെൽത്ത് അപ്രോച്ച് എന്ന് നോക്കാം. ഇറ്റ്സ് ആൻ അപ്രോച്ച് ഓഫ് ഡിസൈനിങ് ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് പ്രോഗ്രാംസ്, policies, legislation, and research in which multiple sector communicates and work together to achieve better public health outcome. അതിനു മുമ്പ് വൺ ഹെൽത്ത് അപ്രോച്ചിന് മുൻപ് നമുക്ക് അന്വേഷിക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്. ദർ ആർ ലോട്ട് ഓഫ് ഹ്യൂമൻ ബീങ്സ് അല്ലേ, നമ്മൾ ഹ്യൂമൻ ബീങ്സ് ഉണ്ട്. അതിന് ഈ ഹ്യൂമൻ ബീങ്സുമായിട്ട് ബന്ധപ്പെടുന്ന ആനിമൽസ് ഉണ്ട്. ഈ ആനിമൽസിലും അല്ലെങ്കിൽ തമ്മിലുള്ള അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് തുടങ്ങുന്നത് നോക്കാം. രണ്ട് പെർസ്പെക്റ്റീവിലാണ് നമുക്ക് ഈ ആനിമൽസുമായിട്ട് ബന്ധമുണ്ടാകുക. അതായത് ഹ്യൂമൻ ബീങ്സ് അല്ലെങ്കിൽ മനുഷ്യർ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, വന്യജീവി വിഭാഗത്തിലേക്ക്, വൈൽഡ് ലൈഫിലേക്ക് എൻക്രോച്ച് ചെയ്യാറുണ്ട്. അവിടെ വെച്ച് എന്താണ്, ജനങ്ങളും അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സും വൈൽഡ് ലൈഫും തമ്മിലുള്ള ഒരു എൻകൗണ്ടർ അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് അവിടെ സംഭവിക്കാറുണ്ട്. രണ്ട്, നമ്മുടെ ഒരു ഡൊമസ്റ്റിക് ആനിമൽസിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്കുണ്ടാകാറുണ്ട്. രണ്ട് രീതികളിലാണ് ജനങ്ങൾ അല്ലെങ്കിൽ മനുഷ്യർ മൃഗങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നത്. ഒന്ന് വൈൽഡ് ലൈഫിലും മറ്റൊന്ന് ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസിലുമാണ്. ഇവിടെ നിന്ന് പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ഏകദേശം ഹ്യൂമൻ ബീങ്സിൽ നിന്ന് ആനിമൽസിലേക്കും ആനിമൽസിൽ നിന്ന് ഹ്യൂമൻ ബീങ്സിലേക്കും രണ്ട് വശങ്ങളിലേക്കും എന്താകാറുണ്ട്, പലതരത്തിലുള്ള വൈറസുകളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകാറുണ്ട്. അത്തരത്തിലുള്ള രണ്ട് രീതിയിലേക്കാണ്. ഒന്ന് സുനോട്ടിക് ഡിസീസസ് എന്നും വിളിക്കാറുണ്ട്. അതെന്താണ് നമുക്ക് പറയാം. ഒന്ന് സുനോട്ടിക് ഡിസീസ്, രണ്ടാമത്തെ ഒരു ടൈപ്പ് ഓഫ് ഡിസീസസ് ആണ് ആന്ത്രോപോസുനോട്ടിക് എന്ന് പറയും. ആന്ത്രോപോസുനോട്ടിക് എന്നറിയപ്പെടുന്ന അസുഖങ്ങൾ. അതായത് ജനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മനുഷ്യരിൽ നിന്ന് മൃഗങ്ങളിലേക്കും മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കും വൈറസുകളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകാറുണ്ട്. അത്തരത്തിലുണ്ടാകുന്ന അസുഖങ്ങളെയാണ് നമ്മൾ സുനോട്ടിക് ഡിസീസസ് എന്ന് വിളിക്കാറുള്ളത്. അതുപോലെ തന്നെ എന്താണ്, മറ്റൊരു കാറ്റഗറി ഡിസീസസ് ആണ് ആന്ത്രോപോസുനോട്ടിക് എന്ന് പറയും. ഇത് അതായത് ഹ്യൂമനിൽ നിന്ന് ആനിമൽസിലേക്ക് ഉണ്ടാകുന്ന അസുഖങ്ങളെയാണ് അല്ലെങ്കിൽ ആന്ത്രോപോസുനോട്ടിക് ഡിസീസസ് എന്നും വിളിക്കാറുണ്ട്. ഈ തരത്തിലുള്ള രണ്ട് തരത്തിലുള്ള അസുഖങ്ങളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇവിടെ സംഭവിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് സംഭവിക്കുക, ഇതെങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇനി അടുത്ത ഒരു കാര്യം, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ഉണ്ടാകും. ഇതിനുവേണ്ടി നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഹ്യൂമൻ ബീങ്സ് ഉണ്ട്, അടുത്തത് ആനിമൽസ് ഉണ്ട്, പ്ലാന്റ്, അടുത്തതൊരു എൻവിയോൺമെൻറ്റ്. ഇങ്ങനെ ഒരു 4 ഘടകങ്ങളായിട്ട് നമ്മളിതിനെ തിരിക്കും. എന്തൊക്കെയാണ്? ഒന്ന് ഹ്യൂമൻ ബീങ് ഉണ്ട്, 2 ആനിമൽസ്, 3 പ്ലാന്റ്, 4 എൻവിയോൺമെൻറ്റ്. ഇതിൻ്റെ ഒരു സന്തുലനാവസ്ഥയിൽ നിന്നാണ് മനുഷ്യരാശിയുടെ ഭാവി തീരുമാനിക്കപ്പെടുക എന്നത് ചില എക്സ്പേർട്ട് ഒപ്പീനിയൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സാധ്യതകളുടെ ആവശ്യം എന്താണ്, ഇതൊരു സന്തുലനത്തിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യം എന്താണ്? ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മളുടെ ഇതിൽ റിസർച്ച് നടത്തുന്ന എക്സ്പേർട്സിന് ഈ അസുഖങ്ങളെക്കുറിച്ചൊരു ഇൻസൈറ്റ് കിട്ടുകയും അവിടെ നിന്ന് ആൾക്കാർക്ക് വേണ്ട വൈറസുകൾക്ക് എതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ അല്ലെങ്കിൽ വാക്സിനേഷൻസിൻ്റെ ഡിസൈൻസിനും കൺസ്ട്രക്ഷനും ഇവിടെ സഹായം ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഈ സാധ്യതകളെ മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലെജിസ്ലേഷനും അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ആക്ടിവിസം പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, വൺ ഹെൽത്ത് അപ്രോച്ച് എന്ന് വിളിക്കുക. ബേസിക്കലി എന്താണ് ചെയ്യേണ്ടത്, ഈ ഒരു അസുഖങ്ങളുടെ വൈറോളജികളുടെ അല്ലെങ്കിൽ വൈറസുകളുടെ ഉത്ഭവവും അതിനെ തടയാനും വേണ്ടുന്ന
ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ട് മനുഷ്യരടങ്ങുന്ന എൻവയോൺമെൻറ്റിൻ്റെയും പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും എല്ലാത്തിനെയും ചേർത്ത് വെച്ചിട്ടുള്ള ഒരു പഠന ശാഖയായിട്ട് വേണമെങ്കിൽ വൺ ഹെൽത്ത് അപ്രോച്ചിനെ നമുക്ക് കാണാവുന്നതാണ്. Areas of work in which One Health approach particularly relevant includes food safety, the control of zoonotic diseases. നമ്മൾ എന്താണ് zoonotic diseases എന്ന് പറഞ്ഞു? This disease can spread between animals and human. മനുഷ്യരിൽ നിന്നും മൃഗങ്ങളിലേക്കും പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള അസുഖങ്ങളാണ് നമ്മൾ zoonotic diseases എന്ന് വിളിക്കുന്നത്, such as flu, rabies and Rift Valley fever, and combating antibiotic resistance, which bacteria changes after being exposed to antibiotics and become more difficult to treat. ഇങ്ങനെയുള്ള ഒരു സാധ്യതകളെ കണ്ടുപിടുത്താനും അതിനെതിരെയുള്ള ഫലപ്രദമായിട്ടുള്ള ഒരു നീക്കങ്ങൾക്കും വേണ്ടിയിട്ടാണ് വൺ ഹെൽത്ത് അപ്രോച്ച് മുന്നോട്ട് കൊണ്ടുവച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മളുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അല്ലെങ്കിൽ ഒരു മാറ്റമായിട്ട് നമുക്ക് നോക്കാം അല്ലേ. ഇതിനകത്ത് നമ്മൾ ആന്ത്രോപോസനോട്ടിക് ഇൻഫെക്ഷൻസിനെ കുറിച്ച് നമ്മളിവിടെ പറഞ്ഞു. അതുപോലെ എന്തൊക്കെയായിരുന്നു അസുഖങ്ങൾ നമുക്ക് ഏകദേശം ഒരു അറിയാൻ പറ്റും. നമുക്കറിയാം കഴിഞ്ഞ 30 വർഷം നമ്മൾ അനുഭവിച്ച നിപ്പ വൈറസ്, എബോള, സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം, അതായത് സാർസ് വൈറസിൻ്റെ, മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം, മേഴ്സ് ആൻഡ് ഏവിയൻ ഇൻഫ്ലുവൻസ തുടങ്ങിയവയൊക്കെയാണ് അത്തരത്തിലുള്ള ഒരു ട്രാൻസ്ബൗണ്ടറി ഇമ്പാക്റ്റ് ആയിട്ട് വൈറൽ ഔട്ട് ബ്രേക്സ് ആയിട്ട് നമ്മൾ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ നമ്മൾ അനുഭവിച്ചത്. ഇതിൽ നിന്നൊക്കെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഗവൺമെൻറ് ചെയ്തിരിക്കുന്ന ഇനിഷ്യേറ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇനിഷ്യേറ്റീവായിട്ട് നമുക്കറിയാം, ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ് എ നാഷണൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ സിനോസിസ് as far back as 1980s. 1980-കളിൽ തന്നെ ഇതിനു വേണ്ടുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്ഥാപിക്കുകയും ആൻഡ് ദിസ് ഇയർ ഫണ്ട്സ് വെർ സാങ്ഷൻ ഫോർ സെറ്റിംഗ് അപ്പ് എ സെൻറ്റർ ഫോർ വൺ ഹെൽത്ത് അറ്റ് നാഗ്പൂരിൽ ഒരു സെൻറ്റർ സ്ഥാപിക്കാൻ വേണ്ടുന്ന ഫണ്ടുകൾ അലോക്കേറ്റ് ചെയ്യുകയും ചെയ്തതാണ് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് പറയുന്നത്. 3, the Department of Animal Husbandry and Dairying (DAHD) has launched several schemes to mitigate the prevalence of animal diseases since 2015, with the funding pattern along with in the lines of 60:40 for center and state. സംസ്ഥാനങ്ങൾക്ക് സെൻട്രൽ ഗവൺമെൻറ് 40% സെൻട്രൽ ഗവൺമെൻറ്റും 40% സംസ്ഥാനങ്ങളുമാണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. 90:10 for the നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ആൻഡ് 100% for യൂണിയൻ ടെറിട്ടറീസ്. അതായത് മുഴുവൻ ഇതിൻ്റെ ഒരു ഫണ്ടിങ് പാറ്റേൺ പലപ്പോഴും വേണമെങ്കിൽ പ്രിലിംസിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഫണ്ടിങ് പാറ്റേൺ എങ്ങനെയാണ്? 60:40 സെൻട്രൽ സാധാരണ സംസ്ഥാനവും സെൻട്രൽ ഗവൺമെൻറ്റും, 60% സെൻട്രൽ ഗവൺമെൻറ്റും 40% സ്റ്റേറ്റ് ഗവൺമെൻറ്റുമാണ് ചെയ്യുന്നത്. 90% സെൻട്രൽ ഗവൺമെൻറ്റും 10% ആർക്കാണ്? നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകൾ ആയിട്ടുള്ള സംസ്ഥാനങ്ങൾ 10% ഇൻവെസ്റ്റ് ചെയ്യുക, ബാക്കി 90% സെൻട്രൽ ഗവൺമെൻറ് ആണ്. നമുക്ക് യൂണിയൻ ടെറിട്ടറി ആണെങ്കിൽ 100% സെൻട്രൽ ഗവൺമെൻറ് ആണ് ഇൻവെസ്റ്റ് ചെയ്യുക. അടുത്തത് അണ്ടർ ദി നാഷണൽ ആനിമൽ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം 13,343 crore have been sanctioned for food and mouth disease and brucellosis control. In addition, DHD will soon establish one health unit within the ministry. ഇതൊക്കെയാണ് ഒരു മൂന്നാമത്തെ ഒരു ഇനിഷ്യേറ്റീവായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഇനിഷ്യേറ്റീവായിട്ട് നമുക്ക് എടുത്തു വയ്ക്കാം. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമുക്കറിയാൻ പറ്റും, ഏകദേശം റാബീസ് എന്ന ഒരു വലിയ പേവിഷബാധ എന്നും നമ്മുടെ രാജ്യത്തിനും അല്ലെങ്കിൽ ലോകത്തിനും ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമാണ്. ഏകദേശം അറിയാം $6 billion ഇതിനെ നമുക്ക് എക്കണോമിക്കലി ഉണ്ടാകുന്ന സെറ്റ് ബാക്കുകൾ അല്ലെങ്കിൽ നഷ്ടങ്ങൾ ഏകദേശം $6 billion ഓരോ വർഷവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കൺസിഡറിംഗ് ദാറ്റ് നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ വരുവാണെങ്കിൽ 97% ഹ്യൂമൻ റാബീസ് കേസസ് ഇൻ ഇന്ത്യ ആർ ആട്രിബ്യൂട്ടഡ് ടു ഡോഗ്സ്. നായ്ക്കളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നതായിട്ടാണ് 97% ഇന്ത്യയിൽ ഉണ്ടാകുന്നത്. അപ്പം അതിനെതിരെയുള്ള ഒരു ഇനിഷ്യേറ്റീവായിട്ടാണ് DHD. എന്താണ് DHD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിവിടെ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിങ് ഹാസ് പാർട്ട്നർഡ് വിത്ത് ദ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഇൻ ദ നാഷണൽ ആക്ഷൻ പ്ലാൻ ഫോർ എലിമിനേറ്റിംഗ് ഡോഗ് മെഡിയേറ്റഡ് റാബീസ്. ഇതൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റായിട്ട് നമ്മൾ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ കാണണം. കാര്യം DHD ഏത് മിനിസ്ട്രിയുമായിട്ട് ആട്രിബ്യൂട്ട് ചെയ്തിരിക്കപ്പെട്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട്? ഈ ഡോഗ് മെഡിയേറ്റഡ് റാബീസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ DHD ഏതുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്? മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറുമായിട്ടാണ് അല്ലെങ്കിൽ അസോസിയേറ്റഡ്. ദിസ് ഇസ് ഇനിഷ്യേറ്റീവ് ഇസ് ഗിയർഡ് ടുവേർഡ്സ് സസ്റ്റൈൻഡ് മാസ് ഡോഗ് വാക്സിനേഷൻ ആൻഡ് പബ്ലിക് എഡ്യൂക്കേഷൻ ടു ടെൻഡർ ദ കൺട്രി ഫ്രീ ഓഫ് റാബീസ്. അതായത് എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? മാസ് ഡോഗ് വാക്സിനേഷൻ ആണ് ഒന്നാമത്തെ ലക്ഷ്യം. 2,
പബ്ലിക് എഡ്യൂക്കേഷനാണ്. ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു ജനങ്ങളിൽ പബ്ലിക് ബോധവൽക്കരണമാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത ഒരു ദൗത്യമായിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. Scientists have observed that there are more than 1.7 million viruses circulating in wildlife, and many of them are likely to be zoonotic, which are emphasized and are used unless there is timely detection. ഇങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. ഏകദേശം 1.7 മില്യൺ വൈറസുകളാണ് ഈ മൃഗങ്ങളിൽ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. അതിൽ പലതും എന്താണ് സുനോട്ടിക് അല്ലെങ്കിൽ സുനോട്ടിക് ആയിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യരിൽ നിന്നും മൃഗങ്ങളിലേക്കും പകരാവുന്ന അസുഖങ്ങളുടെ അല്ലെങ്കിൽ വൈറസുകളായിരിക്കാം ഈ 1.7 മില്യൺ വൈറസ് എന്ന് പറയുന്നത്. അതൊരു വലിയൊരു ത്രെട്ട് തന്നെയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഭാവിയിൽ പല അസുഖങ്ങളിലേക്കും എത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? To achieve targets under the One Health vision, efforts are ongoing to address challenges pertaining to veterinary manpower shortage. ഒന്നാമത്തെ പ്രോബ്ലമാണ് മാൻ പവർ ഷോർട്ടേജ് ആണ്. ദ ലാക്ക് ഓഫ് ഇൻഫർമേഷൻ ഷെയറിംഗ് ബിറ്റ്വീൻ ഹ്യൂമൻ ആൻഡ് ആനിമൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ. രണ്ടാമത്തെ പ്രോഗ്രാം ഒന്നാമത്തെ പ്രോബ്ലമായിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്നത് വെറ്റിനറിക്ക് അല്ലെങ്കിൽ മൃഗസംരക്ഷണ വകുപ്പിൽ ആവശ്യത്തിനുള്ള ഒരു ജോലിക്കാരില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ട്, ദ ലാക്ക് ഓഫ് ഇൻഫർമേഷൻ ഷെയറിംഗ്. അതായത് ഇവിടെ വെറ്റിനറി ഹോസ്പിറ്റൽസ് ഉണ്ട്, സാധാരണ നോർമൽ ഹ്യൂമൻ ഹോസ്പിറ്റൽസ് ഉണ്ട്. ഇവർ തമ്മിലുള്ള ഒരു ഇൻഫോർമേഷൻ ഷെയറിംഗ് എന്ന് പറയുന്നത് വളരെ പതറ്റിക് ആണ് അല്ലെങ്കിൽ വളരെ കുറവാണ്. അതൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ്. ഇറ്റ് ഇൻഅഡിക്വേറ്റ് കോർഡിനേഷൻ ഓൺ ഫുഡ് സേഫ്റ്റി അറ്റ് സ്ലോട്ടർ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് റീറ്റെയിൽ ഫെസിലിറ്റീസ്. അതായത് സാധാരണ നമുക്കറിയാം മൃഗങ്ങളെ അല്ലെങ്കിൽ കശാപ്പ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരു ഫുഡ് സേഫ്റ്റി മാനറിസം അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി മെഷേഴ്സ് വളരെയധികം പാലിക്കപ്പെടുന്നത് വളരെയധികം കുറവായിട്ടാണ് കാണുന്നത്. അപ്പം അതിനെതിരെ അതും ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമായിട്ട് മുന്നോട്ട് വന്നേക്കാം. These issues can be remedied by consolidating existing animal health and disease surveillance system. Example, information network for animal productivity and health and national animal disease reporting system, etc. Developing best practice guidelines for informal market and slaughter house operations and creating mechanism to operational One Health at every stage down to village level. നമുക്കറിയാം എല്ലാ സാധ്യതകളുടെയും ഏറ്റവും ഗ്രാസ് റൂട്ട് എന്ന് പറയുന്നത് വില്ലേജ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ സാധാരണ പഞ്ചായത്ത് തലം അല്ലെങ്കിൽ ഗ്രാമതലങ്ങളിൽ നിന്നാണ് ഈ ഒരു സാധ്യത ഉണ്ടാകേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ഒരു ട്രിക്കിൾ ഡൗൺ എഫക്റ്റ് എവിടെ ഉണ്ടാക്കണം? ഈ ഒരു പബ്ലിക് ഹെൽത്ത് ഡൊമൈനിലും ഉണ്ടാക്കണം. അതായത് മാൻ ആനിമൽ റിലേഷൻഷിപ്സിൽ അല്ലെങ്കിൽ അതിൻ്റെ സ്ലോട്ടറിങ് മുതൽ അതിൻ്റെ വാക്സിനേഷൻ മുതലുള്ള സാധ്യതകൾ എവിടെ നിന്നും ചെയ്യണം എന്നാണ് പറയുന്നത്. നമ്മളുടെ വില്ലേജ് ലെവലിൽ നിന്നാണ് ചെയ്യേണ്ടത്. Now we battle yet another wave of deadly zoonotic disease, COVID-19. Awareness generation and increased investment towards meeting One Health targets is the need of the hour. ഇതിൻ്റെ ഒരു ആർട്ടിക്കിൾ പറയുന്നതിൻ്റെ അവസാനിപ്പിക്കാൻ നിങ്ങൾ ചതുർവേദി ആവശ്യപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് ഒരു അവയർനെസ്സും അല്ലെങ്കിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ വൺ ഹെൽത്ത് ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടുന്ന ടാർഗറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുകളും സാധ്യമാക്കണം എന്നതാണ്. അത് എവിടെ നിന്നും തുടങ്ങണം? വില്ലേജ് ലെവൽ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഗ്രാമാന്തരീക്ഷത്തിൽ നിന്ന് അല്ലെങ്കിൽ വില്ലേജ് പഞ്ചായത്ത് ലെവലിൽ നിന്ന് വേണം ഈ ഒരു വൺ ഹെൽത്ത് അപ്രോച്ച് തുടങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവേണ്ടത് എവിടെ നിന്നാണ്? വില്ലേജ് ലെവലിൽ നിന്നാണ്. അതിന് വേണ്ടുന്ന ആവശ്യം എന്താണ്? ജനങ്ങളുമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബോധവൽക്കരണം ഉണ്ടാവണം. അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്താണ് അതിന് വേണ്ട ഫണ്ടിങ് പാറ്റേൺ കൊടുക്കണം. മൃഗങ്ങളുടെ വാക്സിനേഷൻസ് കൃത്യമായിട്ട് നടത്തണം. അതിന് വേണ്ടുന്ന അല്ലെങ്കിൽ എന്താണ് മൃഗസംരക്ഷണ വകുപ്പുമായിട്ട് കൂടുതൽ ആളുകളെ അതിലേക്ക് മൊബിലൈസ് ചെയ്യാൻ സാധിക്കണം. അതിന് വേണ്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, മാസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകളാണ് ഈ വൺ ഹെൽത്ത് അപ്രോച്ച് ആവശ്യപ്പെടുന്നത്. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ജർമ്മൻ ഫിലോസഫർ റെഫ്യൂസസ് UAE പ്രൈസ്. ഇതൊരു പ്രിലിമിനറി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. എന്താണ് ഏത് അവാർഡാണ്? ദ ഷെയ്ഖ് സയദ് ബുക്ക് അവാർഡ്. ഇത് എന്തിനു വേണ്ടിയാണെന്ന് കൊടുക്കുന്നത് നോക്കാം. ഷെയ്ഖ് സയദ് ബുക്ക് അവാർഡ് ഇത് ആർക്കാണ് കൊടുക്കുന്നത്? ഷെയ്ഖ് സയദ് ബുക്ക് അവാർഡ് commemorated the late Sheikh Zayed bin Sultan Al Nahyan, founding president and the ruler of UAE. അതായത് ഇദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് ഷെയ്ഖ് സയദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ്റെ ഓർമ്മയ്ക്ക് ആണ് ഈ ഷെയ്ഖ് സയദ് ബുക്ക് അവാർഡ് നൽകുന്നത്. ഇറ്റ് ഈസ് പ്രസൻറ്റഡ് ടു ഇയർലി ടു അറബ് റൈറ്റേഴ്സ്
intellectuals, publishers, as well as young talent whose writings and translations of humanities are scholarly and objectively enriched Arab cultural, literary, and social life. The award is administered by Abu Dhabi Cultural and Tourism Authorities. ഇതിനെ നമ്മൾ പലപ്പോഴും വിളിക്കാറുണ്ട് പലപ്പോഴും ഇതിനെ അറബിൻ്റെ നോബൽ സമ്മാനം എന്നും ഷെയ്ഖ് സയദ് ബുക്ക് അവാർഡിനെ വിളിക്കപ്പെടാറുണ്ട്. ഈ ഒരു പോയിന്റുകൾ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇദ്ദേഹം ആരായിരുന്നു? ജോഗൻ ഹാബർമസ് ആണ് ഈ പ്രാവശ്യം അതിന് അർഹനായത്. പക്ഷെ അദ്ദേഹം അത് റെഫ്യൂസ് ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു പ്രിലിംസിന് വേണ്ടിയിട്ട് ഷെയ്ഖ് സയദ് ബുക്ക് അവാർഡിനെ നോക്കാം. ഇതൊരു പ്രധാനപ്പെട്ട മെയിൻസ് പെർസ്പെക്റ്റീവിൽ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അതിനകത്ത് പ്രധാനമായിട്ട് ഈ നമ്പർ ഇട്ടിരിക്കുന്ന ഭാഗങ്ങൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഇനീഷ്യേറ്റീവ്സ് ആണ്. ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ കണക്കാക്കേണ്ടത് അല്ലെങ്കിൽ വേ ഫോർവേഡ് എന്ന ഭാഗമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഒരു പോയിന്റുകളായിട്ട് ഒന്ന് ഓർത്ത് വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇതിനകത്ത് നിന്ന് പത്രം വായിക്കുക. പ്രധാനപ്പെട്ട 2 ആർട്ടിക്കിൾസ് ഇതിൽ നിന്ന് വായിക്കാൻ ശ്രദ്ധിക്കുക. താങ്ക് യു.